ദ സീക്രട്ട്, ലോ ഓഫ് അട്രാക്ഷന്റെ ശക്തി. നമ്മൾ പലപ്പോഴും ജീവിതത്തെ ഒരു അനിശ്ചിതമായ ശക്തിയായി കാണുന്നു. ചിലർക്ക് എല്ലാം എളുപ്പത്തിൽ കിട്ടുന്നു, ചിലർക്ക് എത്ര ശ്രമിച്ചാലും ഒന്നും ശരിയാകുന്നില്ല. ഭാഗ്യം, സമയം, സാഹചര്യങ്ങൾ, മറ്റുള്ളവർ ഇതെല്ലാം ചേർന്നാണ് നമ്മുടെ ജീവിതം രൂപപ്പെടുന്നത് എന്ന വിശ്വാസത്തിലാണ് നമ്മൾ വളർന്നത്. എന്നാൽ ദ സീക്രട്ട് എന്ന പുസ്തകത്തിലുള്ളത് ലളിതമായ ഒരു ആശയമാണ്. ജീവിതത്തിൽ നമുക്ക് ലഭിക്കുന്നതെല്ലാം നമ്മൾ മനസ്സിൽ നിന്ന് പുറത്തേക്ക് അയക്കുന്ന സന്ദേശങ്ങൾക്കനുസരിച്ചാണ് രൂപപ്പെടുന്നതും നമ്മളിലേക്ക് തിരിച്ചെത്തുന്നതും. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ. നമ്മുടെ ചിന്തകൾ, വികാരങ്ങൾ, വിശ്വാസങ്ങൾ ഇവയെല്ലാം ചേർന്ന് നമ്മൾ ദിവസേന അറിഞ്ഞും അറിയാതെയും ജീവിതത്തിലേക്ക് അയക്കുന്ന സന്ദേശങ്ങളാണ് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതം രൂപപ്പെടുത്തുന്നത്. ദ സീക്രട്ട് എന്ന പുസ്തകത്തിന്റെ സമ്മറി നമ്മൾ നേരത്തെ ചർച്ച ചെയ്തു. ഇന്ന് നമുക്ക് ദ സീക്രട്ട് എന്ന പുസ്തകത്തിലെ 4 അടിസ്ഥാന ആശയങ്ങൾ എങ്ങനെ നിത്യജീവിതത്തിൽ പ്രാവർത്തികമാക്കാം എന്ന് നോക്കാം. നിങ്ങൾ അയക്കുന്ന സിഗ്നലുകൾ, നിങ്ങൾ നിങ്ങളെ കാണുന്ന രീതി, നിങ്ങൾ അനുഭവിക്കാൻ തയ്യാറാകുന്ന ജീവിതം, അതിൽ നിന്ന് സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രവർത്തനം, ഈ 4 ഘട്ടങ്ങളിലൂടെയാണ് ഈ യാത്ര. ഇത്തരത്തിലുള്ള മികച്ച പുസ്തകാനുഭവങ്ങൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. 1. നിങ്ങൾ അയക്കുന്നത് എന്താണോ അതേ ജീവിതം തന്നെയാണ് തിരിച്ചു വരുന്നത്. ജീവിതം ചിലപ്പോൾ നമ്മളോട് നീതി കാണിക്കുന്നില്ല എന്ന് തോന്നും. ഒരാൾക്ക് ശ്രമിക്കാതെ തന്നെ കാര്യങ്ങൾ കിട്ടുന്നു, മറ്റൊരാൾക്ക് എല്ലാം ചെയ്തിട്ടും ഒന്നും ശരിയാകുന്നില്ല. ഈ വ്യത്യാസം കണ്ടാൽ നമ്മൾ സ്വാഭാവികമായി ചോദിക്കുന്ന ചോദ്യം ഇതാണ്: എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു? ഭാഗ്യം, സമയം, വിധി, സാഹചര്യങ്ങൾ ഇവയെല്ലാമാണ് ഈ ചോദ്യത്തിന് നമ്മൾ കണ്ടെത്തുന്ന ഉത്തരങ്ങൾ. എന്നാൽ ദ സീക്രട്ട് ഒരു സത്യം വെളിപ്പെടുത്തുന്നു. നമ്മൾ അനുഭവിക്കുന്ന ജീവിതം നമ്മൾ ഉള്ളിൽ നിന്ന് അയക്കുന്ന സിഗ്നലിന്റെ പ്രതിഫലനമാണ്. ഈ ആശയം ആദ്യം കേൾക്കുമ്പോൾ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മൾ പഠിച്ചിരിക്കുന്നത് ജീവിതം പുറത്തുള്ള സാഹചര്യങ്ങൾക്കനുസരിച്ചാണ് സംഭവിക്കുന്നത് എന്നാണ്. ചില സംഭവങ്ങൾ നമ്മെ സന്തോഷിപ്പിക്കുന്നു, ചില ആളുകൾ നമ്മെ വേദനിപ്പിക്കുന്നു, ചില സാഹചര്യങ്ങൾ നമ്മെ നിയന്ത്രിക്കുന്നു. ഇതാണ് നമ്മൾ വിശ്വസിക്കുന്ന കഥ. എന്നാൽ സീക്രട്ട് പറയുന്നത് ഈ കഥയുടെ തുടക്കം പുറത്തല്ല, നമ്മുടെ തന്നെ ഉള്ളിലാണ് എന്നതാണ്. നമ്മുടെ ഓരോ ചിന്തയും വെറും മാനസിക പ്രവർത്തനം മാത്രമല്ല, അതൊരു എനർജിയാണ്. നമുക്ക് കാണാനാകാത്തതും അളക്കാൻ കഴിയാത്തതുമായ ഒരു സിഗ്നൽ. നമ്മൾ ദിവസവും അറിഞ്ഞും അറിയാതെയും നിരന്തരമായി ഇത്തരം സിഗ്നലുകൾ ജീവിതത്തിലേക്ക് അയക്കുന്നുണ്ട്. ഒരു റേഡിയോ സ്റ്റേഷൻ പോലെ ചിന്തിച്ചാൽ ഇത് കൂടുതൽ വ്യക്തമാകും. നിങ്ങൾ ഏത് ഫ്രീക്വൻസിയിലേക്കാണ് ട്യൂൺ ചെയ്യുന്നത്, ആ സ്റ്റേഷനിലെ ശബ്ദമാണ് നിങ്ങൾ കേൾക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് മറ്റൊരു സ്റ്റേഷനിൽ ആണെങ്കിൽ അത് നിങ്ങൾക്ക് കിട്ടാത്തതിന് റേഡിയോ കുറ്റക്കാരനല്ല. അതിനായുള്ള ഫ്രീക്വൻസിയിലേക്ക് സ്റ്റേഷൻ മാറ്റേണ്ടത് നിങ്ങളാണ്. ജീവിതവും അതുപോലെ തന്നെയാണ്. നിങ്ങൾ ഉള്ളിൽ സ്ഥിരമായി ഏത് ചിന്തകളിലാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്, അതേ അനുഭവങ്ങളാണ് പുറത്തും രൂപപ്പെടുന്നത്. പലരും പറയുന്നു, ഞാൻ പോസിറ്റീവായി ചിന്തിക്കുന്നു, എന്നിട്ടും ഒന്നും നടക്കുന്നില്ല. ഇവിടെ ഒരു വലിയ തെറ്റിദ്ധാരണ ഒളിഞ്ഞിരിക്കുന്നു. നമ്മൾ മനഃപൂർവ്വം ചിന്തിക്കുന്നതും ശീലമായി നമ്മൾ അറിയാതെ നമ്മളിൽ പ്രവർത്തിക്കുന്നതുമായ ചിന്തകൾ ഒരുപോലെയല്ല. പുറത്തു നിങ്ങൾ പോസിറ്റീവ് വാക്കുകൾ പറയുന്നുണ്ടാകും, പക്ഷേ മനസ്സിന്റെ ഉള്ളിൽ സ്ഥിരമായി ഭയം, സംശയം, അതൃപ്തി, സുരക്ഷിതമല്ല എന്ന തോന്നൽ ഇവയെല്ലാം പ്രവർത്തിക്കുന്നു എങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ അതായിരിക്കും കേൾക്കുക. ദ സീക്രട്ട് വളരെ വ്യക്തമായി പറയുന്നു, ലോ ഓഫ് അട്രാക്ഷൻ വാക്കുകൾ കേൾക്കുന്നില്ല, അത് വികാരങ്ങളുടെ സിഗ്നലാണ് പിടിച്ചെടുക്കുന്നത്. നിങ്ങൾ പുറത്തു പറയുന്നത് എനിക്ക് കഴിയും എന്നായിരിക്കാം, പക്ഷെ മനസ്സിന്റെ ഉള്ളിൽ നിങ്ങൾ അനുഭവിക്കുന്നത് എനിക്ക് പറ്റില്ല എന്ന ഭയമാണെങ്കിൽ നിങ്ങൾ യഥാർത്ഥത്തിൽ പുറത്തേക്ക് അയക്കുന്ന സിഗ്നൽ ഭയം തന്നെയാണ്. ജീവിതം അതിനോടാണ് തിരിച്ചു പ്രതികരിക്കുക. ഇതുകൊണ്ടാണ് ഒരേ തരത്തിലുള്ള സംഭവങ്ങൾ ജീവിതത്തിൽ ആവർത്തിക്കുന്നത്. ഒരേ തരത്തിലുള്ള പ്രശ്നങ്ങൾ, ഒരേ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ, ഒരേ നിരാശകൾ. ഇത് ഭാഗ്യക്കേടല്ല, ഇതൊരു പാറ്റേൺ ആണ്. ആ പാറ്റേൺ ഉണ്ടാകുന്നത് ഒരിക്കൽ സംഭവിച്ച ഒരു കാര്യത്തിൽ നിന്നല്ല, വർഷങ്ങളായി ആവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചിന്തകളിൽ നിന്നാണ്. ഒരു ചിന്ത ഒറ്റയ്ക്ക് ജീവിതം മാറ്റില്ല, പക്ഷേ ചിന്തകൾ ഒരിക്കലും ഒറ്റയ്ക്കല്ല വരുന്നത്. ഒരു ചിന്ത ഒരു വികാരം സൃഷ്ടിക്കുന്നു, ആ വികാരം നമ്മുടെ തീരുമാനങ്ങളെ സ്വാധീനിക്കുന്നു, ആ തീരുമാനങ്ങൾ ശീലങ്ങളാകുന്നു, ഇത്തരം ശീലങ്ങൾ ജീവിത രീതിയാകുന്നു. ആ ജീവിത രീതിയെയാണ് നമ്മൾ എൻ്റെ വിധി എന്ന് വിളിക്കുന്നത്. ദ സീക്രട്ട്
വിധി എന്ന വാക്കിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന സത്യം തുറന്നു കാണിക്കുന്നു. നമ്മുടെ വിധി എന്നാൽ നമ്മൾ തന്നെ ദിവസേന എഴുതുന്ന നമ്മുടെ കഥയാണ്. ഇവിടെ പലർക്കും ഒരു സംശയം തോന്നാം. എല്ലാത്തിനും എൻ്റെ ചിന്തകളാണ് കാരണമെങ്കിൽ കുറ്റക്കാരൻ ഞാൻ തന്നെയല്ലേ? നമ്മൾ പലപ്പോഴും നമ്മളെ വിക്റ്റിമായി കാണുന്നു. പക്ഷേ ദ സീക്രട്ട് നമ്മളെ കുറ്റപ്പെടുത്തുന്നില്ല. ദ സീക്രട്ട് പറയുന്നത് നിങ്ങൾ വിക്റ്റിമല്ല, ട്രാൻസ്മിറ്റർ ആണ് എന്നാണ്. നിങ്ങൾ അയക്കുന്ന സിഗ്നലുകൾക്ക് ജീവിതം മറുപടി നൽകുകയാണ് ചെയ്യുന്നത്. നിങ്ങൾ സൃഷ്ടിച്ചിട്ടില്ലാത്ത ഒന്നിനെ നിങ്ങൾക്ക് മാറ്റാനാവില്ല. പക്ഷേ നിങ്ങൾ പങ്കാളിയായ ഒന്നിനെ നിങ്ങൾക്ക് മാറ്റാൻ കഴിയും. നിങ്ങൾ പുറത്തേക്ക് അയക്കുന്നതെല്ലാം നിങ്ങൾക്ക് മാറ്റാൻ കഴിയും. വലിയ പരിശ്രമം കൊണ്ടല്ല, വലിയ പോരാട്ടം കൊണ്ടല്ല, ഒരു അവബോധം കൊണ്ടാണ് അത് തുടങ്ങുന്നത്. ഈ മനോഭാവം നമ്മളെ ശക്തരാക്കുകയാണ്. ഇന്ന് നിങ്ങൾ അനുഭവിക്കുന്ന നിരാശ, കോപം, ആശങ്ക, വിഷാദം, ദേഷ്യം, ആത്മവിശ്വാസക്കുറവ്, ക്ഷീണം, മടി, ഇതിൻ്റെയെല്ലാം അടിയിൽ ഒളിഞ്ഞിരിക്കുന്ന ചിന്തയെ നിങ്ങൾ കണ്ടുപിടിക്കുന്ന നിമിഷം മാറ്റം തുടങ്ങുന്നു. ദ സീക്രട്ട് നമ്മളോട് ആവശ്യപ്പെടുന്നത് ചിന്തകൾ ഫോഴ്സ് ചെയ്ത് മാറ്റാനല്ല, അവയെ ശ്രദ്ധിക്കാനാണ്. നിങ്ങൾ എന്താണ് സ്ഥിരമായി ചിന്തിക്കുന്നത്, എന്താണ് നിങ്ങൾ ഉള്ളിൽ വിശ്വസിക്കുന്നത് എന്നതിലേക്കുള്ള ഒരു സത്യസന്ധമായ ശ്രദ്ധയാണ് വേണ്ടത്. ജീവിതം ഒരിക്കലും നിങ്ങളോട് യുദ്ധം ചെയ്യുന്നില്ല. ജീവിതം ഒരിക്കലും നിങ്ങളെ ശിക്ഷിക്കുന്നില്ല. ജീവിതം നിങ്ങളോട് പ്രതികരിക്കുക മാത്രമാണ് ചെയ്യുന്നത്. നിങ്ങൾ അയക്കുന്ന അതേ സിഗ്നലാണ് നിങ്ങളിലേക്ക് തിരികെ വരുന്നത്. ഈ സത്യം തിരിച്ചറിയുന്ന നിമിഷം നിങ്ങൾ പവർലെസ് അല്ല എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കും. അതാണ് ദ സീക്രട്ട് എന്ന പുസ്തകം നമ്മളെ ആദ്യം പഠിപ്പിക്കുന്ന അടിസ്ഥാന പാഠം. അവിടെ നിന്നാണ് ഈ യാത്ര തുടങ്ങുന്നത്. 2. നിങ്ങൾ നിങ്ങളെ എവിടെ നിർത്തുന്നു, ജീവിതം നിങ്ങളെ അവിടെ നിന്നാണ് കാണുന്നത്. ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്നത് എന്താണ്? കൂടുതൽ അവസരങ്ങൾ, കൂടുതൽ സുരക്ഷ, കൂടുതൽ അംഗീകാരം, കൂടുതൽ സ്നേഹം. എന്നാൽ ദ സീക്രട്ട് പറയുന്നത് ഈ എല്ലാ ആഗ്രഹങ്ങൾക്കും മുൻപായി നമ്മൾ പരിഹരിക്കേണ്ട ഒരു ചോദ്യമുണ്ട് എന്നാണ്. നിങ്ങൾ നിങ്ങളെ എവിടെയാണ് നിർത്തിയിട്ടുള്ളത്? നമ്മൾ നമ്മളെക്കുറിച്ച് ചിന്തിക്കുന്നത് എന്താണ്? അതാണ് നമ്മുടെ സെൽഫ് ഇമേജ്. ദ സീക്രട്ട് പറയുന്നത് ജീവിതം പ്രതികരിക്കുന്നത് നമ്മൾ ഉണ്ടാക്കുന്ന ഈ സെൽഫ് ഇമേജിനോടാണ്, അല്ലാതെ നമ്മൾ തുറന്നു പറയുന്ന ആഗ്രഹങ്ങളോട് അല്ല. നിങ്ങൾ നിങ്ങളെ ഒരു സാധാരണക്കാരനായി കാണുന്നു എങ്കിൽ അസാധാരണമായ അവസരങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നാലും നിങ്ങൾക്ക് അസ്വസ്ഥത തോന്നും. അത് നിങ്ങൾക്കുള്ള ലോകമല്ല എന്നൊരു അനുഭവം നിങ്ങൾക്കുണ്ടാകും. അതിനാൽ നിങ്ങൾ അവിടെ നിന്ന് സ്വാഭാവികമായി മാറി നിൽക്കും. ഇത് പരാജയമല്ല, ഇത് അലൈൻമെന്റ് ഇല്ലായ്മയാണ്. ദ സീക്രട്ട് വ്യക്തമാക്കുന്നത് ഫലങ്ങൾ ഉണ്ടാകുന്നതിന് മുൻപേ നമ്മുടെ ഉള്ളിൽ ഒരു ഉറപ്പുണ്ടാകണം എന്നാണ്. സെൽഫ് ഇമേജ് മാറാതെ ജീവിതം മാറുമെന്ന് പ്രതീക്ഷിക്കരുത്. പുറത്തുള്ള കണ്ണാടിയിൽ നോക്കി മുഖം മാറ്റുമെന്ന് കരുതുന്നത് പോലെയാണത്. കണ്ണാടി കുറ്റക്കാരനല്ല, അത് വെറും പ്രതിഫലനമാണ്. നമ്മളെ കുറച്ചു കാണിക്കുന്ന ശീലത്തെ നമ്മൾ പലപ്പോഴും വിനയം എന്ന് തെറ്റിദ്ധരിക്കുന്നു. എനിക്കത്ര കഴിവില്ല, എനിക്കിത്ര വലിയ സ്വപ്നങ്ങൾ വേണ്ട, ഇത് എന്നെക്കൊണ്ട് പറ്റില്ല. ഈ വാക്കുകൾ നമ്മൾ പലപ്പോഴും വിനയവും എളിമയുമുള്ള ഒരു നല്ല മനുഷ്യനാകാനുള്ള അടയാളമായി പറയുന്നു. എന്നാൽ ദ സീക്രട്ട് ഒരു കഠിന സത്യം പറയുന്നു. ഇതൊന്നും വിനയമല്ല, അത് കണ്ടീഷനിങ് ആണ്. നമ്മൾ വളർന്നത് ഇത്തരം പരിധികൾക്കുള്ളിലാണ്. ആ പരിധികളെ ചോദ്യം ചെയ്യാതെ നമ്മൾ ഉള്ളിൽ സ്വീകരിച്ചുകൊണ്ടിരുന്നു. ആ പരിധികൾ പിന്നെ നമ്മളെ തടയുന്നതായി വളർന്നു. നമ്മൾ നിശ്ചയിക്കുന്ന ഈ പരിധിയെ ലോ ഓഫ് അട്രാക്ഷൻ ശരിവെക്കും. എനിക്ക് ഇത്ര മതി എന്ന് നിങ്ങൾ തന്നെ ഉള്ളിൽ സമ്മതിച്ചാൽ ജീവിതവും നിങ്ങൾക്കൊപ്പം അത് സമ്മതിക്കും. സെൽഫ് ഇമേജിന്റെ മറ്റൊരു മുഖമാണ് അർഹതയുടെ അല്ലെങ്കിൽ അർഹതയില്ലായ്മയുടെ ബോധം. നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ എനിക്കിത് പറ്റുമോ, ഇത് ഞാൻ ചെയ്യണോ എന്ന് സംശയത്തോടെ നിൽക്കുമ്പോൾ ജീവിതം ഒരിക്കലും നിങ്ങളെ പരീക്ഷിക്കാൻ നിൽക്കില്ല. കാരണം അത്തരമൊരു പരീക്ഷണത്തിനായി നിങ്ങൾ സമ്മതം നൽകിയിട്ടില്ല. ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ ആവശ്യപ്പെടുന്ന കാര്യങ്ങൾ നമുക്ക് നൽകുന്നതിന് മുമ്പേ അത് സ്വീകരിക്കാൻ നമ്മൾ തയ്യാറാണോ എന്ന് നോക്കുന്നു. നിങ്ങൾ കുറ്റബോധത്തോടെ എനിക്കിത്ര സന്തോഷം വേണ്ട എന്ന് ഉള്ളിൽ പറഞ്ഞാൽ അത് നിങ്ങളുടെ വലിയ മനസ്സല്ല കാണിക്കുന്നത്. ആ സന്തോഷം സ്വീകരിക്കാനുള്ള വാതിൽ നിങ്ങൾ അടയ്ക്കുകയാണ്. ലോകം നമ്മളോട് എങ്ങനെ പെരുമാറുന്നു എന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ ഒരു രഹസ്യം മനസ്സിലാകും. ചിലരെ ആളുകൾ സ്വാഭാവികമായി ബഹുമാനിക്കും, ചിലരെ എളുപ്പത്തിൽ അവഗണിക്കും. ദ സീക്രട്ട് പ്രകാരം ഇത് യാദൃശ്ചികമല്ല. നിങ്ങൾ നിങ്ങളെ എങ്ങനെ കാണുന്നു, ലോകവും നിങ്ങളെ അങ്ങനെ തന്നെ കാണുന്നു. ഇതിന്റെ അടിത്തറ നമ്മുടെ സെൽഫ് ടോക്കാണ്. നമ്മൾ ദിവസേന നമ്മളോട് തന്നെ പറയുന്ന വാക്കുകൾ. അതെന്തൊക്കെയാണ്? ഇതെന്റെ കാര്യമല്ല, എനിക്കിത്ര മതി, ഇത് പിന്നെ നോക്കാം, ഇപ്പോൾ എനിക്കിത് പറ്റില്ല, എനിക്കത്ര കഴിവില്ല,
എനിക്കിത് മനസ്സിലാക്കാൻ പ്രയാസമാണ്, എനിക്കതിനുള്ള ബുദ്ധിയില്ല. ഇത്തരം നെഗറ്റീവ് വാക്കുകളെല്ലാം പതുക്കെ നമ്മളെ നമ്മുടെ തന്നെ പരിധികളിലേക്ക് കൊണ്ടുപോകുന്നു. ഇത് കണ്ടീഷനിങ് ആണ്. ദ സീക്രട്ട് വലിയ അഫർമേഷൻസ് നിർദ്ദേശിക്കുന്നില്ല, വലിയ മാറ്റങ്ങൾ ആവശ്യപ്പെടുന്നില്ല. ഒരു ചെറിയ സത്യസന്ധമായ മാറ്റം മാത്രം. എനിക്ക് ഇതിന് അർഹതയില്ല എന്ന ചിന്തയ്ക്ക് പകരം ഇത് എനിക്കും സാധ്യമാണ് എന്നൊരു സാധ്യത അനുവദിക്കുക. ഇത് അഭിനയമല്ല, ഇത് നമ്മുടെ ഫ്രീക്വൻസി മാറ്റുന്നതാണ്. ദ സീക്രട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: ജീവിതം മാറുന്നത് കൂടുതൽ പരിശ്രമിക്കുമ്പോൾ അല്ല, നമ്മൾ നമ്മളെക്കുറിച്ച് നിർമ്മിച്ചിരിക്കുന്ന ചിത്രം മാറുമ്പോൾ ആണ്. നിങ്ങൾ നിങ്ങളെ എവിടെ നിർത്തുന്നു, അവിടെ നിന്നാണ് ജീവിതവും നിങ്ങളെ കാണുന്നത്. അത് മാറ്റുന്ന നിമിഷം മുതൽ ജീവിതവും മാറ്റത്തിന് അവസരം നൽകും. 3. നാളെ ജീവിക്കാനുള്ള ജീവിതമല്ല, ഇന്ന് തന്നെ അനുഭവിക്കേണ്ട ജീവിതം. നമ്മൾ പലപ്പോഴും ജീവിതത്തെ ഒരു കാത്തിരിപ്പാക്കി മാറ്റുന്നു. ഇത് കിട്ടിയാൽ ഞാൻ സന്തോഷിക്കും, ഈ അവസ്ഥ മാറിയാൽ ഞാൻ ശാന്തനാകും, ജോലിയൊന്ന് സെറ്റായാൽ സമാധാനത്തോടെ ജീവിക്കാം. ഇങ്ങനെ സന്തോഷവും സമാധാനവും സുരക്ഷയും എല്ലാം ഭാവിയിലേക്ക് മാറ്റിവെച്ചാണ് നമ്മൾ ദിവസങ്ങൾ ചെലവഴിക്കുന്നത്. എന്നാൽ ദ സീക്രട്ട് പറയുന്നു, നിങ്ങൾ കാത്തിരിക്കുന്ന ഭാവി നിങ്ങൾ ഇപ്പോൾ അനുഭവിക്കുന്ന വികാരങ്ങളിലാണ് നിർമ്മിക്കപ്പെടുന്നത്. ലോ ഓഫ് അട്രാക്ഷൻ ഭാവിയെ കേൾക്കുന്നില്ല. അത് നാളെ നിങ്ങൾ ആഗ്രഹിക്കുന്നതിനെ നോക്കുന്നില്ല. അത് ഇപ്പോൾ നിങ്ങൾ എന്താണ് അനുഭവിക്കുന്നത് എന്നതിലേക്കാണ് ശ്രദ്ധിക്കുന്നത്. സന്തോഷം എന്നതിനെ നിങ്ങൾ ഭാവിയിൽ അനുഭവിക്കാനുള്ള ഒരു നിബന്ധനയാക്കി വെച്ചാൽ, ഇത് സംഭവിച്ചാൽ മാത്രം ഞാൻ സന്തോഷിക്കും എന്നൊരു വ്യവസ്ഥ വെച്ചാൽ, നിങ്ങൾ ഇപ്പോൾ അയക്കുന്ന സിഗ്നൽ സന്തോഷമല്ല, അത് അസംതൃപ്തിയാണ്. ജീവിതം ആ അസംതൃപ്തിയോടാണ് പ്രതികരിക്കുക. ലോ ഓഫ് അട്രാക്ഷൻ നിങ്ങൾക്ക് അത് തിരിച്ചു നൽകും. ദ സീക്രട്ട് ഒരു നിർണായകമായ സത്യം തുറന്നു കാട്ടുന്നു: ആകർഷണത്തിന് ആഗ്രഹം മാത്രം പോരാ, അനുഭവമാണ് ആകർഷണത്തിന്റെ ഭാഷ. നമ്മൾ ആഗ്രഹിക്കുന്ന ജീവിതത്തെക്കുറിച്ച് സംസാരിക്കാം, ചിന്തിക്കാം, സ്വപ്നം കാണാം. പക്ഷേ അത് ഉള്ളിൽ അനുഭവിക്കാൻ നമ്മൾ തയ്യാറല്ല എങ്കിൽ അത് ജീവിതത്തിലേക്ക് സ്ഥിരമായി പ്രവേശിക്കില്ല. സമൃദ്ധി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി ഉള്ളിൽ സ്ഥിരമായി അനുഭവിക്കുന്നത് ഭയം, തൃപ്തിയില്ലായ്മ, സുരക്ഷിതമല്ല എന്ന തോന്നൽ ഇവയാണെങ്കിൽ ലോ ഓഫ് അട്രാക്ഷൻ കേൾക്കുന്നത് ആ വ്യക്തിയുടെ ആഗ്രഹമായിരിക്കില്ല, അനുഭവമായിരിക്കും. ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ പറയുന്ന വാക്കുകളോടല്ല, നമ്മൾ സ്ഥിരമായി ജീവിക്കുന്ന ആന്തരിക അവസ്ഥയോടാണ് പ്രതികരിക്കുന്നത്. ഇവിടെയാണ് പലർക്കും ഈ ആശയം അസ്വസ്ഥത ഉണ്ടാക്കുന്നത്. ഇല്ലാത്തത് ഉള്ളതുപോലെ അനുഭവിക്കണോ, അത് സ്വയം വഞ്ചനയല്ലേ എന്ന ചോദ്യങ്ങൾ ഉയരും. പക്ഷേ ദ സീക്രട്ട് പറയുന്നത് ഇത് വഞ്ചനയല്ല, ഇത് തയ്യാറെടുപ്പാണ്. ഒരു സംഗീതജ്ഞൻ വേദിയിൽ കയറുന്നതിന് മുമ്പ് ആ പ്രകടനം ഉള്ളിൽ അനുഭവിച്ചിട്ടുണ്ടാകും. ഒരു കായിക താരത്തിന്റെ ആത്മവിശ്വാസം വിജയം നേടിയതിന് ശേഷം മാത്രം ഉണ്ടാകുന്നതല്ല, അവൻ അതിലേക്ക് മുൻകൂട്ടി തന്നെ അവന്റെ മനസ്സിനെ കൊണ്ടുപോയിട്ടുണ്ടാകും. അതുപോലെ തന്നെയാണ് ജീവിതവും. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതത്തെ നിങ്ങൾ മനസ്സിൽ ഇപ്പോൾ അനുഭവിക്കുക. ആ ശാന്തത, ആ ഉറപ്പ്, ആ തൃപ്തി, ആ സന്തോഷം, ഇവയെല്ലാം ഭാവിയിൽ ലഭിക്കുന്ന സമ്മാനങ്ങൾ അല്ല, അവ നമ്മൾ പുറത്തേക്ക് നൽകുന്ന സിഗ്നലുകളാണ്. ദ സീക്രട്ട് പറയുന്നത് നിങ്ങൾ ഈ ഫ്രീക്വൻസിയിൽ നിൽക്കുന്ന നിമിഷം ഇതെല്ലാം നിങ്ങളെ പിന്തുടരും എന്നാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, ഇപ്പോഴത്തെ അവസ്ഥയിൽ എനിക്ക് എങ്ങനെ സന്തോഷിക്കാനാകും? നമ്മൾ മനസ്സിലാക്കണം, സന്തോഷം എന്നത് ഏതെങ്കിലും ഒരു സാഹചര്യത്തിന്റെ ഫലമല്ല, അത് ഒരു ആന്തരികമായ തിരഞ്ഞെടുപ്പാണ്. നിങ്ങളിപ്പോൾ ഒരു ചെറിയ കാര്യത്തിന് പോലും കൃതജ്ഞതയും സന്തോഷവും അനുഭവിക്കാൻ തയ്യാറാണ് എങ്കിൽ നിങ്ങൾ അയക്കുന്ന സിഗ്നൽ എനിക്ക് ഇതിനകം എന്തോ ലഭിച്ചിട്ടുണ്ട് എന്നതാണ്. ലോ ഓഫ് അട്രാക്ഷൻ അതിനെ വികസിപ്പിക്കും. അതുകൊണ്ടാണ് ദ സീക്രട്ട് ഗ്രാറ്റിറ്റ്യൂഡിനെ ഒരു ടെക്നിക്ക് എന്നതിന് പകരം ഒരു ജീവിതാവസ്ഥയായി കാണുന്നത്. ഇതുവരെ എനിക്ക് സന്തോഷം കിട്ടിയിട്ടില്ല എന്ന് നിങ്ങൾ വീണ്ടും വീണ്ടും മനസ്സിൽ ഉറപ്പിച്ചാൽ ആ ചിന്ത തന്നെയാണ് ശക്തമാകുന്നത്. ആ സിഗ്നൽ തന്നെയാണ് നിങ്ങൾ പുറത്തേക്ക് അയക്കുന്നത്. എന്നിൽ സംതൃപ്തി വളരുകയാണ് എന്ന് ശാന്തമായി ഉള്ളിൽ സെറ്റിൽ ചെയ്താൽ നിങ്ങൾ അലൈൻമെന്റിൽ പ്രവേശിക്കുന്നു. ലോ ഓഫ് അട്രാക്ഷൻ ദൂരം കണക്കാക്കുന്നില്ല, സമയം കണക്കാക്കുന്നില്ല. അത് നിങ്ങളുടെ മനസ്സുമായുള്ള പൊരുത്തം മാത്രമാണ് നോക്കുന്നത്. നിങ്ങൾ ഉള്ളിൽ സുരക്ഷിതനാണ്, തൃപ്തിയുള്ളവനാണ്, അർഹനാണ് എന്ന് അനുഭവിക്കുന്ന നിമിഷം നിങ്ങൾ മനസ്സുകൊണ്ട് അവിടെ എത്തിക്കഴിഞ്ഞു. നിങ്ങൾ ആഗ്രഹിക്കുന്ന ജീവിതം ഇപ്പോൾ തന്നെ ഒരു നിമിഷം ഉള്ളിൽ അനുഭവിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ആ ഒരു നിമിഷം പ്രാക്ടീസാണ്. ആ ഒരു നിമിഷം സിഗ്നലാണ്. നാളെ ജീവിക്കാനുള്ള ജീവിതം ഇന്ന് ഉള്ളിൽ ആരംഭിക്കണം. അവിടെയാണ് യഥാർത്ഥ മാറ്റം തുടങ്ങുന്നത്. 4. ഉള്ളിൽ ഉറപ്പുണ്ടായാൽ പ്രവർത്തനം സ്വയം വഴി കണ്ടെത്തും.
ജീവിതത്തിൽ പലരും ചോദിക്കുന്ന ഒരു സംശയമുണ്ട്. ഇതെല്ലാം ചിന്തയും വിശ്വാസവുമാണെങ്കിൽ പ്രവർത്തനം എവിടെയാണ്? ഈ ചോദ്യം സ്വാഭാവികമാണ്. കാരണം നമ്മൾ വളർന്നത് ശ്രമമില്ലാതെ ഒന്നും സംഭവിക്കില്ല എന്ന ആശയത്തിലാണ്. പ്രവർത്തിക്കുക, ഓടുക, തള്ളിപ്പോവുക, പിടിച്ചു നിൽക്കുക, ഇതാണ് നമ്മൾ ശീലിച്ച ജീവിത പാഠം. ദ സീക്രട്ട് ഈ പാഠത്തെ പൂർണ്ണമായി നിഷേധിക്കുന്നില്ല. പക്ഷേ അതൊരു പ്രധാന തിരുത്തൽ നടത്തുന്നു. പ്രവർത്തനം തീർച്ചയായും ആവശ്യമാണ്, എന്നാൽ അത് എവിടെ നിന്ന് വരുന്നു എന്നാണ് നിർണായകം. ഭയത്തിൽ നിന്ന് വരുന്ന പ്രവർത്തനവും വിശ്വാസത്തിൽ നിന്ന് വരുന്ന പ്രവർത്തനവും പുറത്തുനിന്ന് ഒരുപോലെ തോന്നാം, പക്ഷേ അവയുടെ ഫലം ഒരിക്കലും ഒരുപോലെയാകില്ല. ഭയത്തിൽ നിന്നുള്ള പ്രവർത്തനം ക്ഷീണമുണ്ടാക്കും, സ്ഥിരതയില്ലാതാക്കും. ഇത്ര ചെയ്തിട്ടും എന്താണ് നടക്കാത്തത് എന്ന ചോദ്യത്തിലേക്ക് നമ്മളെ വീണ്ടും വീണ്ടും തള്ളിവിടും. ദ സീക്രട്ട് ഒരു സൂക്ഷ്മമായ ആശയം അവതരിപ്പിക്കുന്നു: ഇൻസ്പയർഡ് ആക്ഷൻ. ഇത് നിർബന്ധിതമായ പ്രവർത്തനമല്ല, അത് ജീവിതത്തോട് പോരാടുന്ന ഒരു ഓട്ടമല്ല. ഇത് ഉള്ളിൽ നിന്നുള്ള ഒരു സ്വാഭാവികമായ നീക്കമാണ്. ദ സീക്രട്ട് പറയുന്നത്, നിങ്ങൾ ഉള്ളിൽ അലൈനായിരിക്കുമ്പോൾ ജീവിതം നിങ്ങളോട് സംസാരിക്കാൻ തുടങ്ങും എന്നാണ്. ആ സംഭാഷണം വലിയ ശബ്ദത്തിലായിരിക്കില്ല, അതൊരു സൂചനയായിരിക്കും, ഒരു ജെന്റിൽ പുഷ് പോലെ. പലപ്പോഴും നമ്മൾ ഈ സൂചനകളെ അവഗണിക്കും. ഇതൊരു ചെറിയ കാര്യമാണ്, ഇതുകൊണ്ട് എന്താകാനാണ്, ഇത് പോരാ, ഇങ്ങനെ പറഞ്ഞ് ജീവിതം തുറക്കുന്ന ചെറിയ കിളിവാതിലുകൾ നമ്മൾ തന്നെ അടയ്ക്കും. പലപ്പോഴും നമ്മൾ വലിയ ചുവടുകൾക്കായി കാത്തിരിക്കും, പൂർണ്ണമായും വിജയിക്കുമെന്ന ഉറപ്പ് വേണമെന്ന് കരുതും, എല്ലാ സാധ്യതകളും മുൻകൂട്ടി അറിയണം എന്ന് ആഗ്രഹിക്കും. പക്ഷേ ലോ ഓഫ് അട്രാക്ഷൻ അങ്ങനെയല്ല പ്രവർത്തിക്കുന്നത്. അത് മുഴുവൻ വഴിയും ഒരുമിച്ച് കാണിച്ചു തരില്ല, അത് തൊട്ടടുത്ത ചുവട് മാത്രം കാണിച്ചു തരും. നിങ്ങളത് സ്വീകരിച്ചാൽ അതിൻ്റെ അടുത്ത ചുവട് തന്നെ തെളിഞ്ഞു വരും. ദ സീക്രട്ട് നമ്മളെ പഠിപ്പിക്കുന്നത് ഇതാണ്: നിങ്ങൾ എല്ലാം നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നിടത്തോളം ഫ്ലോ ഉണ്ടാകില്ല. പകരം ചെറിയ സ്ഥിരമായ പ്രവർത്തനങ്ങളിൽ വിശ്വസിക്കാൻ തുടങ്ങുന്ന നിമിഷം ഫ്ലോ ആരംഭിക്കും. ഇവിടെ പ്രവർത്തനം എന്നത് ഒരു പ്രതിഫലനമാണ്, നമ്മുടെ ഉള്ളിലുണ്ടാകുന്ന ഉറപ്പിന്റെ പുറം ലോകത്തിലുള്ള രൂപം. ഇത് സാധ്യമാണ് എന്ന് നിങ്ങൾ ഉള്ളിൽ സെറ്റ് ചെയ്താൽ ശരീരം അതനുസരിച്ച് നീങ്ങും. നിങ്ങൾ ഫോഴ്സ് ചെയ്യേണ്ടി വരില്ല, നിങ്ങൾ പിന്നിൽ നിന്ന് തള്ളേണ്ടി വരില്ല, നിങ്ങൾക്ക് ക്ഷീണിക്കേണ്ടി വരില്ല. ഇതുകൊണ്ടാണ് ചില ആളുകൾ കുറച്ചു മാത്രം അധ്വാനിച്ചിട്ടും പതുക്കെ പതുക്കെ മുന്നോട്ട് തന്നെ പോകുന്നത്. മറ്റു ചിലർ എല്ലാം ചെയ്തിട്ടും നിന്നിടത്ത് തന്നെ നിൽക്കുന്നത്. പരിശ്രമത്തിന്റെ അളവല്ല ഫലമുണ്ടാക്കുന്നത്, അത് ചെയ്യുന്ന രീതിയാണ്. ദ സീക്രട്ട് നമ്മളിൽ നിന്ന് ഒരു വലിയ ഭാരം എടുത്തു മാറ്റുന്നു. നമ്മൾ എല്ലാം ശരിയാക്കേണ്ടതില്ല, എല്ലാ ഉത്തരങ്ങളും മുൻകൂട്ടി അറിയേണ്ടതില്ല. നമ്മൾ അലൈനായാൽ മതി. അപ്പോൾ ജീവിതം തന്നെ ശരിയായ സമയത്ത് ശരിയായ ആളുകളിലൂടെ ശരിയായ വഴികളിലൂടെ നമ്മളെ മുന്നോട്ട് നയിക്കും. ചിന്ത മാത്രം പോരാ, പ്രവർത്തനം അനിവാര്യമാണ്. പക്ഷേ പ്രവർത്തനം ഭയത്തിൽ നിന്നല്ല, വിശ്വാസത്തിൽ നിന്ന് വന്നാൽ മാത്രമേ ഫലമുണ്ടാകൂ. നിങ്ങൾ ഉള്ളിൽ ശാന്തനായി, സ്വീകരിക്കാൻ തയ്യാറായി, ജീവിതത്തോട് യുദ്ധം ചെയ്യാതെ അതിനൊപ്പം നടക്കാൻ തീരുമാനിക്കുന്ന നിമിഷം പ്രവർത്തനങ്ങൾ ഒരു ഭാരമാകില്ല, അത് ഒരു ഒഴുക്കായിരിക്കും. നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സ്വാഭാവികമായി എത്തിക്കുന്ന ഒരു ഒഴുക്ക്. നമ്മൾ ഇന്ന് ചർച്ച ചെയ്ത ഈ 4 പാഠങ്ങൾ ഒരുമിച്ച് നോക്കുമ്പോൾ ദ സീക്രട്ട് നമ്മളോട് പറയുന്നത് ഒരു വലിയ രഹസ്യമല്ല എന്ന് മനസ്സിലാകും. അത് മന്ത്രവാദമല്ല, മറിച്ച് നമുക്ക് ദിവസേന അനുഭവിക്കാനുള്ള ജീവിതത്തിന്റെ പ്രവർത്തന രീതിയാണ്. നമ്മൾ അയക്കുന്ന ചിന്തകൾ, നമ്മൾ നമ്മളെക്കുറിച്ച് ഉള്ളിൽ പിടിച്ചു നിൽക്കുന്ന ചിത്രം, ഇപ്പോൾ തന്നെ അനുഭവിക്കാൻ നമുക്ക് ധൈര്യമുണ്ടോ എന്ന ചോദ്യം, അവിടെ നിന്ന് സ്വാഭാവികമായി ഉണ്ടാകുന്ന പ്രവർത്തനം, ഇതെല്ലാം ചേർന്നാണ് നമ്മുടെ ജീവിതം രൂപപ്പെടുന്നത്. പലപ്പോഴും നമ്മൾ മാറ്റം തേടുന്നത് പുറത്താണ്: പുതിയ ജോലി, പുതിയ സ്ഥലം, പുതിയ ബന്ധങ്ങൾ, പുതിയ അവസരങ്ങൾ. പക്ഷേ ദ സീക്രട്ട് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ഇതാണ്: പുറത്തെ ലോകം മാറുന്നത് ഉള്ളിലെ ലോകം മാറിയതിനു ശേഷം മാത്രമാണ്. നിങ്ങൾ ഉള്ളിൽ സമ്മതിക്കാത്ത ജീവിതം നിങ്ങൾ എത്ര ശ്രമിച്ചാലും സ്ഥിരമായി നിലനിൽക്കില്ല. അതുപോലെ നിങ്ങൾ ഉള്ളിൽ സ്വീകരിക്കാൻ തയ്യാറായ ജീവിതം സാവധാനമാണെങ്കിലും അതിൻ്റെ വഴി കണ്ടെത്തും. ഈ യാത്രയിൽ ഏറ്റവും ആശ്വാസകരമായ സത്യം ഇതാണ്: നിങ്ങൾ കുറ്റക്കാരനല്ല, നിങ്ങൾ ശക്തിയുള്ളവനാണ്. നിങ്ങൾ വിക്ടിമല്ല, നിങ്ങൾ ട്രാൻസ്മിറ്ററാണ്. നിങ്ങൾ അയക്കുന്ന സിഗ്നൽ മാറ്റാൻ കഴിയുന്ന ഒരേയൊരു വ്യക്തി നിങ്ങൾ തന്നെയാണ്. അതിന് വലിയ പ്രയാസങ്ങളോ അസാധാരണമായ പ്രയത്നങ്ങളോ ആവശ്യമില്ല. ഒരു ചെറിയ അവബോധം മതി. നിങ്ങൾ ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത്, എന്താണ് അനുഭവിക്കുന്നത്, എന്തിലാണ് നിങ്ങൾ വിശ്വസിക്കുന്നത് എന്നതിലേക്കുള്ള ഒരു സത്യസന്ധമായ ശ്രദ്ധ. ദ സീക്രട്ട് അവസാനത്തിൽ നമ്മളോട് പറയുന്നത് ഒരൊറ്റ കാര്യമാണ്:
ജീവിതം നിങ്ങളോട് പോരാടുന്നില്ല, അത് നിങ്ങളോട് പ്രതികരിക്കുകയാണ്. നിങ്ങൾ ഉള്ളിൽ അലൈനാകുന്ന നിമിഷം ജീവിതവും അതിനൊപ്പം ചേരും. അവിടെ നിന്നാണ് യഥാർത്ഥ മാറ്റം തുടങ്ങുന്നത്.